ഹായ് വെൽക്കം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ സിസ്റ്റർ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാനേ, എനിക്ക് സ്കൂളിൽ കോമ്പറ്റീഷൻ ഉണ്ട്, ഞാൻ പേപ്പർ ക്രാഫ്റ്റിന് കൂടീനി, എനിക്കിന്താ ഇന്ന് ഒരു ഐറ്റം ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഒക്കെ കാണിച്ചു തന്നു. ഞാൻ പറഞ്ഞ് ഉണ്ടാക്കി തരാമല്ലോ. പിന്നെ എന്താ, എനിക്കൊരു വീഡിയോ ആവും, അവൾക്ക് ഒരു പേപ്പർ ക്രാഫ്റ്റും ആവും. ഞാനൊക്കെ പറഞ്ഞിട്ട് അവിടെ തന്നെ സംഭവമൊക്കെ സെറ്റാക്കി തന്നു, ഐറ്റംസൊക്കെ സെറ്റാക്കി തന്നു. അപ്പം ബൈ ദ വേ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു ഫ്ലവർ വാൾ ഹാങ്ങിങ് ഫ്രെയിം എന്നൊക്കെ പറയാം. അങ്ങനെയൊക്കെ പറയാം, അല്ലെങ്കിൽ ഫ്രെയിം എന്നൊക്കെ പറയുന്നു, എന്തും പറയാമെന്നേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ബ്ലാക്ക് ചാർട്ട് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ മീൻസ് ചുരുട്ടാൻ വരട്ടെ, അതിനു മുമ്പ് ഇതിൻ്റെ സെൻറ്റിമീറ്റർ പറയണ്ടേ, 7x13 അളവിലാണ് കേട്ടോ ഞാനിത് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി ആ ചുരുട്ടിയ പേപ്പർ സ്റ്റിക്കലും ഇതുപോലെ ഞാൻ ഒരു സ്ക്വയർ ടൈപ്പിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഞാൻ ഒരു 3 സെറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഗ്ലൂ ഗൺ എടുക്കാനുള്ള മടി കാരണം ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിക്കാൻ ശ്രമിച്ചത്, എവിടെ ഒട്ടാൻ. പിന്നെ നമ്മളെ ഗ്ലൂ ഗണ്ണ് തന്നെ വേണ്ടി വന്നു ഒന്ന് ഒട്ടിച്ചെടുക്കാൻ. ഇതുപോലെ 3 എണ്ണമായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതും 3 കൂടിയിട്ട് ഇതുപോലെ അങ്ങ് ഒരുമിച്ചിട്ടും ഒരു സെറ്റായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒട്ടിക്കുന്ന വീഡിയോ ആഡ് ചെയ്യാൻ വിട്ടുപോയി. ഇതുപോലെ അങ്ങ് ആക്കിയെടുക്കുക. പിന്നെ റെഡ് കളർ ഷീറ്റ് എടുത്തിട്ടുണ്ട്, അതിൽ ഇതുപോലെ സർക്കിൾ വരച്ചിട്ടുണ്ട്. വേറെ ഒന്നിനല്ല, ഒരു ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെ യെല്ലോവും റെഡും ഞാൻ ഫ്ലവർ ആക്കിയിട്ടുണ്ട്. ഈ ഫ്ലവറും അതുപോലെ തന്നെ ഈ ഫ്ലവറിൻ്റെയും വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ഒന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. പിന്നെ ഈ ഒരു ചാർട്ട്, ബ്ലാക്ക് കളർ ചാർട്ട് ഇതുപോലെ ഞാൻ റെക്റ്റാങ്കിളിൽ മുറിച്ചിട്ട് ഇതുപോലെ 2 സൈഡും ഇങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട്. വേറൊന്നിനുമല്ല, നമുക്ക് ആ ഫ്ലവറിന് ഒരു ലീഫിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ അങ്ങ് വരച്ച് കൊടുക്കുക കേട്ടോ. ലീഫാണേ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ ടൈപ്പ് ലീഫ് വേണമെങ്കിലും നിങ്ങൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, വരച്ചെടുക്കുക. ഓക്കെ, അടുത്ത വീഡിയോ എന്ത് വേണമെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. നിങ്ങളെ കമൻറ്റ് അനുസരിച്ചിട്ടായിരിക്കും ഇനി നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഞാനങ്ങ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് എന്ത് ചെയ്യണം, നല്ല സൂക്ഷിച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഒന്ന് മാത്രം പോരല്ലോ, ഇതുപോലെ കുറച്ച് ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മളെ കലാ പരിപാടി. നമുക്കിനി എല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ആദ്യം ഞാൻ ആ യെല്ലോ ഫ്ലവർ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. അതങ്ങ് അവിടെ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ അതിന് തൊട്ടിപ്പുറമായിട്ട് ആ റെഡ് ഫ്ലവർ വെച്ചു. പിന്നെ അതിന് മുകളിലായിട്ട് വീണ്ടും യെല്ലോ ഫ്ലവർ. ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഒട്ടിക്കുന്നത്. പിന്നെ ആ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലായിട്ട് അങ്ങ് ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ റിപ്പീറ്റേഷൻ തന്നെയാണ് കേട്ടോ ഇപ്പുറത്തെ സൈഡിലും വരുന്നത്. ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, പിന്നെ ആ ലീഫ് ഉണ്ടല്ലോ, നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ ബ്ലാക്ക് ലീഫ്, അത് ഈ ഓരോ ഫ്ലവേഴ്സിൻ്റെയും ഇടയിലേക്ക് കൂടി അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടായിട്ട് തോന്നുന്നത് അങ്ങനെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇതുപോലെ അങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഫൈനൽ റിസൾട്ട്.